Welcome to all. I am Satish Kumar, workshop instructor, meter reader, KSEB sub-engineer. ഇങ്ങനെ വിവിധ പോസ്റ്റുകളിലേക്കുള്ള PC ടെസ്റ്റിന്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളും അതിന്റെ ആൻസറുകളുമാണ് പാർട്ട് 6 ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, നമ്മളിന്ന് 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. A water pump may not lift water if there is leakage in dash. ഇവിടെ എങ്ങനെ ലീക്കേജ് വന്നതുകൊണ്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഡെലിവറി പൈപ്പ്, സെക്ഷൻ പൈപ്പ്, ഓവർഹെഡ് ടാങ്ക്, ഫുൾ ഓഫ് വാട്ടർ ഇൻ ദ വെൽ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സെക്ഷൻ പൈപ്പാണ്. സെക്ഷൻ പൈപ്പിനകത്ത് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അത് ചെയ്യുന്നതിനകത്ത് പമ്പിന്റെ ഇതിനകത്തേക്ക് എയർ കയറും. ശരിക്കും പമ്പിനകത്തേക്ക് എയർ കയറാൻ പാടില്ല. പുറത്തുനിന്ന് ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന എയർ ആണ് വാട്ടറിനെ തള്ളിക്കൊണ്ട് പോകാനുള്ളത്. അപ്പോൾ പുറത്തുനിന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതുവഴി വെള്ളം പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എയർ കയറും. ഓക്കെ, അപ്പൊ ഈ ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്നതാണ്. അതിനകത്ത് എവിടെ ഇത് വന്നാലും കുഴപ്പമില്ല, കാരണം അത് എവിടെ ആയാലും ചെന്ന് തുറന്ന് വെള്ളം പുറത്ത് പോവേണ്ടതാണ്. പിന്നെ ഓവർഹെഡ് ടാങ്കിൽ ലീക്ക് വന്നും പറഞ്ഞ് ഇതിന് യാതൊരു ബാധ്യതയില്ല. അത് ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ചെന്ന് വീഴുന്നതാണ്. പിന്നെ ഫുൾ ഓഫ് വാട്ടർ ഇൻ ദ വെൽ, കിണറ്റിനകത്ത് ഫുള്ള് വെള്ളം കണ്ടിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ലീക്ക് വന്നെന്ന് പറഞ്ഞിട്ടും ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ആൻസർ ഈസ് സക്ഷൻ പൈപ്പ്. 67ാമത്തെ ചോദ്യം, സെനർ ഡയോഡ് ഈസ് ഓപ്പറേറ്റഡ് ആസ് ഡാഷ്. സെനർ ഡയോഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ ബേസിലാണെന്നാണ്, അത് ഏത് ബേസിലാണെന്നാണ്. അപ്പം ഓപ്ഷൻസ് റിവേഴ്സ് ബയാസ് മോഡ്, ഫോർവേഡ് ബയാസ് മോഡ്, യൂണി ഡയറക്ഷണൽ മോഡ്, ലോവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. അപ്പൊ ഇതാണ് എന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെന ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്, സാധാ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. അപ്പൊ ആൻസർ ഈസ് റിവേഴ്സ് ബയാസ് മോഡ്. അതുപോലെ ലോവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ അല്ല, ഇവിടെ ലോവർ വോൾട്ടേജിന് പകരം ഹയർ വോൾട്ടേജ് ആണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ബയാസ് മോഡ് ഇല്ല. ഹയർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ആൻസർ എഴുതാം, റിവേഴ്സ് ബയാസ് മോഡ് ഇല്ല എങ്കിൽ. 68ാമത്തെ ചോദ്യം, ELCBs ആർ സ്പെഷ്യലി യൂസ്ഡ് ടു ഡിസ്കണക്ട് ദ ഡാഷ്. അപ്പോ ELCBs എന്ത് ഡിസ്കണക്ട് ചെയ്യാനായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഗ്രൗണ്ട് ലീക്കേജ്, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓൾ ഓഫ് ദ എബവ്. ഇതിനകത്ത് ഗ്രൗണ്ട് ലീക്കേജ് ആണ് ഇതിന്റെ ആൻസർ. ELCB ശരിക്കും എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് എന്റെ പേര്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എർത്ത് ലീക്കേജിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത് MCB അങ്ങനെയുള്ളതാണ്. പിന്നെ RCCB ആണ് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ നമ്മൾ അല്പം പ്രശ്നം, കാര്യം അതിനകത്ത് ഇത് രണ്ടും ഓപ്ഷണലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അതിനകത്തൊക്കെ റിലേസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓൾ ഓഫ് ദ എബവ് അല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ, 69ാമത്തെ ചോദ്യം, ദ ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജ് ജനറേറ്റഡ് ബൈ ആൻ ഓൾട്ടർനേറ്റർ ഹാവിംഗ് 4 പോൾസ് ആൻഡ് റണ്ണിംഗ് അറ്റ് 1800 RPM ഈസ് ഡാഷ്. 4 പോളുള്ള 1800 RPM ഓടുന്ന ഒരു ഓൾട്ടർനേറ്റർ, വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റർ എത്ര ഫ്രീക്വൻസി ആയതുകൊണ്ടാണ് എന്നാണ്, എത്ര ഫ്രീക്വൻസി കാണുമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് 70, 50, 45, 60. നമ്മുടെ ഉത്തരം 60 ഹെർട്സ് ആണ്. കാര്യം സെയിം മോഡലുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ 120F/P ആണ്. 120 ഗുണം 60 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 1800 ആണ്. ഓക്കെ, ഇനി 70ാമത്തെ ചോദ്യം, 500 വാട്ട് 250 വോൾട്ട് കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് ഡാഷ്. ഒരു 500 വാട്ട് 250 വോൾട്ട് കോയിലിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 2 ഓം, 100 ഓം, 125 ഓം, 20 ഓം. ആൻസർ എന്ന് പറയുന്നത് 125 ഓം ആണ്. ഇവിടെ നമുക്ക് പലർക്കും അബദ്ധം പറ്റുന്നത് 2 ഓം എഴുതും. കാര്യം 500 ഡിവൈഡഡ് ബൈ 250 എന്നത് അതിന്റെ ആംബിയർ ആണ്. പവർ ഡിവൈഡഡ് ബൈ വോൾട്ട് എന്നുള്ള ആംബിയർ ആണ്. നമുക്കിവിടെ ആംബിയർ കണ്ടുപിടിച്ച ശേഷം I² R ആണ് നമ്മുടെ ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ V² ബൈ 250 ഗുണം 250 ഡിവൈഡഡ് ബൈ 6 ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് 500 വാട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 125 ഓം ആണ്.
71ാമത്തെ ചോദ്യം, സിങ്ക്രണസ് മോട്ടോർ റിക്വയർസ് ഡാഷ് ടൈപ്പ് ഓഫ് സപ്ലൈ. ഒരു സിങ്ക്രണസ് മോട്ടറിന് ഏത് ടൈപ്പിലുള്ള സപ്ലൈ ആണ് ആവശ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. AC സപ്ലൈ ഓൺലി, DC സപ്ലൈ ഓൺലി, AC ആൻഡ് DC സപ്ലൈസ്, ഓൾ ഓഫ് ദ എബോവ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ACയും DCയും വേണം. അതിന്റെ സിങ്ക്രണൈസേഷന്റെ ആ ഒരു സിങ്ക്രണസ് മോട്ടറിന്റെ ഒരു ഫീൽഡ് വൈൻഡിങ്ങിന് നമുക്ക് DC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിനകത്താണ് V ആൻഡ് ഇൻവെർട്ടഡ് V എന്നുള്ള എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ DC സപ്ലൈ കൊടുക്കുമ്പോൾ മാത്രമാണ് ശരിക്കുള്ള നമ്മൾ അത് അങ്ങനെ ഒരു മെഷീൻ പ്രാക്ടിക്കലി ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മെഷീൻ ഓൺ ചെയ്യുമ്പോൾ അറിയാം. ആദ്യം നമ്മൾ AC ഓൺ ചെയ്യുമ്പോൾ 3 ഫേസ് മോട്ടോർ ഓൺ ആയി, പക്ഷെ അതിന്റെ സൗണ്ടും അതിന്റെ ആർമേച്ചർ കറണ്ടും ഒക്കെ ഹൈ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ DC സപ്ലൈ ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് സഡൻ ആയിട്ട് ലോയിലേക്ക് എത്തും. പിന്നെ നമ്മൾ ലോഡ് ചെയ്യുന്നതനുസരിച്ചാണ് കൂടുന്നത്. ഓക്കെ, അപ്പം AC സപ്ലൈ ഓൺലി എന്ന് പറയുന്നത് 3 ഫേസ് സാധാ സ്ക്വറൽ കേജ് സ്ലിപ്പ് റിംഗ് മോട്ടോഴ്സിനാണ്. DC സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട് അങ്ങനെയുള്ള മോട്ടോഴ്സിനാണ്. പിന്നെ AC ആൻഡ് DC ആണ് ഇത്, ഓൾ ഓഫ് ദ എബോവ് അല്ല. ഓക്കെ, 72ാമത്തെ ചോദ്യം, ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇത് 10th ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന പാഠമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, സ്ക്വയർ ഓഫ് ദ റെസിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദ പവർ, സ്ക്വയർ ഓഫ് ദ ടൈം, സ്ക്വയർ ഓഫ് ദ കറണ്ട്. നമുക്കറിയാം ഹീറ്റ് H ഈക്വൽ ടു I സ്ക്വയർ RT. I സ്ക്വയർ, I ഈക്വൽ ടു കറണ്ട് ആണ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ കറണ്ട് ആണ്. 73ാമത്തെ ചോദ്യം, എ മെറ്റീരിയൽ ദാറ്റ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് ഈസ് കോൾഡ്. ഏതൊരു മെറ്റീരിയല് മാഗ്നറ്റ് സ്ലൈറ്റ് ആയിട്ട് റിപ്പൽ ചെയ്യുന്ന അങ്ങനെയുള്ള സ്ലൈറ്റ് റിപ്പൽഡ് ബൈ മാഗ്നറ്റ് അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പറയുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം, ഫെറോ മാഗ്നറ്റ്, ഡയാമാഗ്നറ്റ്, പാരാമാഗ്നറ്റ് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിന്റെ സഹായം ഇല്ലാതെ തന്നെയും പെട്ടെന്ന് നമുക്ക് മാഗ്നറ്റ് ആക്കാൻ പറ്റുന്ന വലിയ ഹെൽപ്പ് ഇല്ലാതെ തന്നെയും പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഫെറോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇനി പാരാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ മാഗ്നറ്റിക് പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്നൊന്നും നമുക്ക് അതിന്റെ പെർമനന്റ് മാഗ്നറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളതാണ്. ഓക്കെ, 74ാമത്തെ ചോദ്യം, ദ phase relationship between voltage and current in a pure capacitive circuit is. ഒരു പ്യുവർ കപ്പാസിറ്റി സർക്യൂട്ടിന്റെ ഫേസ് റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി, വോൾട്ടേജ് ലീഡ്സ് ബൈ ദ കറണ്ട് 90 ഡിഗ്രി, ഓൾ ദ ഫേസ് നൺ ഓഫ് ദ അബവ്. അപ്പൊ ആൾ ആർ ഇൻ ഫേസ് അല്ല അല്ലെ. ആൻസർ എന്ന് പറയുന്നത് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്നാണ്. കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജിനെക്കാളും ഒരു 90 ഡിഗ്രി ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി ദ സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ഇൻ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഡാഷ്. ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം, 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. ആൻസർ എന്ന് പറയുന്നത് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ആണ്. 3 പോയിന്റ് സ്റ്റാർട്ടർ നമ്മൾ മുമ്പൊരിക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഷണ്ട് മോട്ടോഴ്സിൽ, DC ഷണ്ട് മോട്ടോഴ്സിലാണ് 3 പോയിന്റ് സ്റ്റാർട്ടർ. 4 പോയിന്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഷണ്ട് മോട്ടറിലും കോമ്പൗണ്ട് മോട്ടറിലുമാണ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ഒരു 5 kW അല്ല 3.5 kW മുകളിൽ 5 HP മുകളിലുള്ള 3 ഫേസ് മോട്ടോഴ്സിനാണ് സ്റ്റാർ ഡെൽറ്റ. അപ്പൊ നമ്മുടെ ആൻസർ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. നമ്മുടെ 6ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ അടുത്ത പാർട്ട് വരുന്നത് വരെ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ആദ്യത്തെ സ്ലൈഡിൽ കാണുന്ന ഫോൺ നമ്പറിലോ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോ കാണും വരെ താങ്ക് യു.